പോലീസുകാർ കല്ല് കുടിച്ചേനെ വണ്ടി പിടിച്ചു വെച്ച് അടിച്ചു. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ കേരള പോലീസിന് തന്നെ നാണക്കേടായി മാറുകയാണ്. നീതി തേടിയെത്തിയ സ്ത്രീകളോട് ആക്രോശിക്കുന്ന ഉദ്യോഗസ്ഥരും സ്റ്റേഷനുള്ളിൽ ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു കുടുംബവും ഇടവ പാലക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയ കുടുംബത്തെയാണ് വർക്കല പോലീസ് നടു റോഡിലും സ്റ്റേഷനകത്തുമിട്ട് ക്രൂരമായി മർദ്ദിച്ചത്. ഈ ദൃശ്യങ്ങളിൽ യുവതികൾ പോലീസിനോട് നീതി ചോദിക്കുന്നതും തങ്ങളുടെ ഭർത്താക്കന്മാരെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിക്കുന്നതും വ്യക്തമാണ്. വിസ്മയ ന്യൂസിൽ ലഭിച്ച ഈ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളിൽ സ്റ്റേഷനുള്ളിലെ അതിക്രമങ്ങൾ വെളിവാകുന്നു. കസ്റ്റഡിയിലെടുത്ത സോനുവിനെയും വിഷ്ണുവിനെയും പോലീസുകാർ മാത്രമല്ല സ്റ്റേഷനിലുണ്ടായിരുന്ന മറ്റൊരു പ്രതിയെ കൊണ്ടുപോലും മർദ്ദിച്ചുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നട്ടെല്ലിനും മൂക്കിനും പരിക്കേൽക്കുന്നതുവരെ ഇവരെ തല്ലിച്ചതച്ചു. മൂക്കിൽ നിന്നും രക്തം വാർന്ന യുവാവ് ഒരു തുള്ളി വെള്ളത്തിനായി യാചിച്ചിട്ടും നൽകാത്ത പോലീസ് മർദ്ദിക്കാൻ സഹായിച്ച പ്രതിക്ക് സിഗരറ്റും വെള്ളവും നൽകി സൽക്കരിച്ചുവെന്നത് ഞെട്ടിക്കുന്ന വിവരമാണ്. ഇടവച്ച് പിടിച്ച് നിർത്തി തള്ളിയിട്ട് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസുകാർ കുറേ എന്നെ അടിച്ച്, പ്രതിയും എന്നെ അടിച്ച്. പ്രതിക്ക് ബീഡിയും കാര്യങ്ങളും മേടിച്ചു കൊടുത്ത് എനിക്ക് തുള്ളി വെള്ളം പോലും തന്നില്ല. എൻ്റെ മൂക്കിൽ നിന്നൊക്കെ ചോദ്യം വന്നുകൊണ്ടിരുന്നത്. എന്നിട്ടും പോലീസുകാർ ഒന്നും അംഗീകരിച്ചില്ല. 100 രൂപയും തന്നാണ് എന്നെ പറഞ്ഞു വിടുന്നത്. വെളുപ്പിന് 5 മണിക്കാണ് എന്നെ പറഞ്ഞു വിടുന്നത് സ്റ്റേഷനിൽ നിന്ന്. 7 മാസം പ്രായമായ പിഞ്ചു കുഞ്ഞിനെ കയ്യിലേന്തിയ അമ്മയെയും സഹോദരിമാരെയും പുരുഷ പോലീസുകാർ തല്ലിച്ചതച്ചു. കാരണം തിരക്കിയ വിഷ്ണുപ്രിയയെ കരണത്തടിച്ച പോലീസ് വനിതാ പോലീസിന്റെ അഭാവത്തിലാണ് ഈ അതിക്രമങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത്. ഈ അനീതി ചോദ്യം ചെയ്ത യുവതികളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതായി പരാതിയുണ്ട്. സംഭവം മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചപ്പോൾ ഫോൺ പിടിച്ചു വാങ്ങാനും ദൃശ്യങ്ങൾ നശിപ്പിക്കാനും പോലീസ് ശ്രമിച്ചെങ്കിലും ആ ചങ്കൂറ്റത്തിന് മുന്നിൽ പോലീസിന് പിന്മാറേണ്ടി വന്നു. കേസിന് പോയാൽ ക്രിമിനൽ കേസിൽ കൊടുക്കുമെന്ന ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാക്കൾ വർക്കല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ബൈക്കിൽ CI സാറും SIയും എല്ലാവരും കൂടെ ആയിട്ട് എൻ്റെ ഭർത്താവിനെ തള്ളിയിട്ട് എൻ്റെ ഭർത്താവിനെ തള്ളിയിടുകയും എൻ്റെ ഭർത്താവിനെ ലാത്തി കൊണ്ട് അടിക്കുകയും അവിടെ നിന്ന് വണ്ടി കയറ്റിക്കൊണ്ട് വന്ന് നേരെ അയിരൂർ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഭർത്താവിനെ മൂക്കിനടിക്കുകയും അവിടെ നിന്ന പ്രതി ഭർത്താവിനെ അടിക്കുകയും ചീത്ത പറയുകയും തലയിൽ അടിക്കുകയൊക്കെ ചെയ്ത്. ഇത് കണ്ട് ഞാൻ അവിടെ നിന്നപ്പോൾ എന്നെയും ചീത്ത വിളിക്കുകയും ഭർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഭർത്താവ് വെള്ളത്തിനായിട്ട് കിടന്ന് കരയുമ്പോൾ ഇവർ വെള്ളം കൊടുക്കാതെ പ്രതിക്ക് അവിടെ എൻ്റെ അകത്ത് ഇരിക്കുന്ന പ്രതിക്ക് വെള്ളം കൊടുത്തിട്ട് പറയുന്ന അവന് വയ്യാത്തതാണ്. ഈ ഇടവ വെൺകുളം സ്വദേശി സുജയുടെ കുടുംബത്തിന് നേരെ നടന്ന ഈ കാടത്തം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ വിസ്മയ ന്യൂസ് ദൃശ്യങ്ങൾ ഉയർത്തിക്കാട്ടും. ജനങ്ങളുടെ കാവൽക്കാരാകേണ്ടവർ ഗുണ്ടകളായി മാറുന്ന കാഴ്ചകളാണിത്. വിസ്മയ ന്യൂസ് ബ്യൂറോ, വർക്കല.